ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ ദമ്പതികളായ റിച്ചാർഡ് റിച്ചിനെയും റജീന റിച്ചിനെയും കാണിച്ചുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. റിച്ചാർഡ് റജീന എന്ന ഈ ദമ്പതികളുടെ കല്യാണം കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാടായെങ്കിലും അവർക്ക് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ അവരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. അവനാണ് നമ്മുടെ കഥാനായകൻ റിച്ചി റിച്ച്. ഇവരുടെ സകല സ്വത്തുക്കളുടെയും ഏക അവകാശി. റിച്ചി ജനിച്ച് വീണത് തന്നെ സ്വർണം കൊണ്ട് നിർമ്മിച്ച തൊട്ടിലാണ്. കളിപ്പാട്ടമായിട്ട് അവന്റെ മുകളിലുള്ളത് പണവും സ്വർണവും ആഭരണങ്ങളുമാണ്. അവന് ഭക്ഷണം കഴിക്കുന്നത് സ്വർണം പൂശിയ സ്പൂണിലാണ്. റിച്ചിയുടെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇദ്ദേഹമാണ് റിച്ചിയുടെ അസിസ്റ്റന്റ് അഥവാ റിച്ചിയുടെ ലോക്കൽ ഗാർഡിയൻ. അദ്ദേഹത്തിന്റെ പേര് ഹെർബർട്ട് എന്നാണ്. റിച്ചിയുടെ അച്ഛൻ റിച്ചാർഡ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണെങ്കിൽ കൂടി അദ്ദേഹം കുടുംബ ബന്ധത്തിന് വലിയ വിലയാണ് കൊടുക്കുന്നത്. തിരക്കിനിടയിലും അദ്ദേഹം തന്റെ മകനൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തും. ചെറുപ്പത്തിൽ തന്നെ റിച്ചിയുടെ ഇഷ്ടം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ബേസ്ബോൾ ആണ്. അവൻ നന്നായി ബേസ്ബോൾ കളിക്കും. അതേപോലെ വെറും 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ റിച്ചി നന്നായി ഡ്രൈവ് ചെയ്യാനും പഠിച്ചു. അവരുടെ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് 3 വയസ്സ് പ്രായമുള്ള റിച്ചി സ്വന്തം കാർ ഓടിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കഥാനായകനെ റിച്ചി വളർന്നു. അവൻ ഇപ്പോൾ 12 വയസ്സ് പ്രായമാണ്. ബേസ്ബോളിനോട് താല്പര്യമുള്ള റിച്ചിയെ പരിശീലിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബേസ്ബോൾ പരിശീലകരാണ്. അങ്ങനെ സകല സൗകര്യങ്ങളുമുള്ള ആരും കൊതിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് റിച്ചി എന്ന 12 വയസ്സുകാരൻ ജീവിക്കുന്നത്. എന്നാൽ അവൻ ഈ ജീവിതത്തിൽ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമില്ല. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ റിച്ചി നേരിടുന്ന പ്രഷർ വളരെ വലുതാണ്. റിച്ചാർഡ് തന്റെ മകൻ റിച്ചിയെ ചെറുപ്പം മുതലേ സകല ബിസിനസ് പരമായ കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ റിച്ചാർഡ് റിച്ച് പുതുതായി വലിയ ഒരു ഫാക്ടറി സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് വലിയ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ജനങ്ങൾ എല്ലാവരും ബില്യണറായ റിച്ചാർഡിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ദാ റിച്ചാർഡിന്റെ ഹെലികോപ്റ്റർ വരുന്നത് കാണാം. എന്നാൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് റിച്ചാർഡ് അല്ല, അദ്ദേഹത്തിന്റെ 12 വയസ്സ് പ്രായമുള്ള മകൻ റിച്ചിയാണ്. റിച്ചി അവരോട് പറയാണ്, എന്റെ അച്ഛന് വരാനാവാത്തത് കൊണ്ടാണ് അച്ഛൻ എന്നെ അയച്ചത്. അപ്പോൾ ജനങ്ങൾ എല്ലാവരും റിച്ചിയെ സ്വീകരിക്കുകയാണ്. മീഡിയയിലൊക്കെ ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു. അപ്പോൾ ഈ ഫാക്ടറിയുടെ തൊട്ടടുത്ത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് റിച്ചിയുടെ അതേ പ്രായമുള്ള കുറച്ച് കുട്ടികൾ ബേസ്ബോൾ കളിക്കുന്നത് കാണാം. അവരൊക്കെ അത്ഭുതത്തോടെ റിച്ചിയെ നോക്കുകയാണ്. അവന്റെയൊക്കെ ജീവിതമാണ് ജീവിതം. എന്താലേ, ഹെലികോപ്റ്ററിലാണ് അവൻ വന്നിറങ്ങിയത്. അപ്പോൾ ഒരു പയ്യൻ ചോദിക്കാണ്, അതിനാരാണ് അവൻ? അപ്പോൾ ഗ്ലോറിയ എന്ന ഈ പെൺകുട്ടി പറയാണ്, അവനെ അറിയത്തില്ലേ, അവനാണ് ലോകത്തിലെ ഏറ്റവും പണക്കാരനായ കുട്ടി. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ റിച്ചി നല്ല അടിപൊളിയായിട്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ റിച്ചിയുടെ ശ്രദ്ധ അവിടെയല്ല, പകരം അവിടെ തൊട്ടടുത്തുള്ള കുട്ടികൾ ബേസ്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലാണ്. റിച്ചിയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് റിച്ചി ഹെലികോപ്റ്ററിലേക്ക് കയറുന്നതിന് പകരം ആ ഗ്രൗണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ റിച്ചിയുടെ ബോഡി ഗാർഡ് റിച്ചിയെ തടയുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സങ്കടത്തോടെ റിച്ചി ഹെലികോപ്റ്ററിലേക്ക് കയറുകയാണ്. റിച്ചിയുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ പറയാണ്, എന്തൊരു പാവം മോനാണ് എന്ന്. താൻ എന്താണ് ഈ പറയുന്നത്? അവൻ പാവം മോനല്ല, ലോകത്തിലെ ഏറ്റവും പണക്കാരനായ മോനാണ്. ഈ കുട്ടികൾ ഹെലികോപ്റ്റർ പറന്നു പോകുമ്പോൾ അത് അത്ഭുതത്തോടെ നോക്കിയിട്ട് പറയാണ്, ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ പോലെ ജീവിക്കണം, സകല സൗഭാഗ്യങ്ങളും അവനുണ്ട്. പക്ഷെ ഹെലികോപ്റ്ററിൽ നിന്നും റിച്ചി സങ്കടത്തോടെ ആ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണ്. അവന് ആ കുട്ടികളെ പോലെ ഇതുപോലെ സന്തോഷത്തോടെ കളിക്കാനുള്ള ഭാഗ്യമില്ല. അവന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം മിസ്സിംഗ് ആണ്. എത്ര പണം കൊടുത്താലും ഇത് അവന് കിട്ടത്തില്ല എന്ന് റിച്ചി മനസ്സിലാക്കി. സോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പണക്കാരനായ കുട്ടിയാണ് റിച്ചി. എന്നാൽ അവന് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അവൻ അത്ര ഹാപ്പി അല്ല. അവന് സാധാരണ കുട്ടികളെ പോലെ ഒരുപാട് കൂട്ടുകാരൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കളിച്ച് ജീവിക്കണം. ഹെലികോപ്റ്റർ റിച്ചിയുടെ കൊട്ടാരത്തിൽ ലാൻഡ് ചെയ്തു. റിച്ചിയുടെ ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് റിച്ചി വളർത്തുന്ന ഡോളർ എന്ന പേരുള്ള ഈ വളർത്തുനായാണ്. നിങ്ങൾ ഇവിടെ കാണുന്നത് വളരെ വലിയ ഒരു മൗണ്ടെയിൻ ആണ്. ഈ മൗണ്ടെയിന്റെ രൂപം നിങ്ങൾക്ക് കാണാം. അത് റിച്ചാർഡ് റജീന ദമ്പതികളും അവരുടെ ഏക മകൻ റിച്ചിയുമാണ്. അവരുടെ കൊട്ടാരത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അവരുടെ സ്വന്തം പ്രൈവറ്റ് മൗണ്ടെയിൻ ആണ് ഇത്. ഇവിടെ റിച്ചി തന്റെ മാതാപിതാക്കളെ കാണാനായി വന്നു. അവൻ അവരോട് അവന്റെ ആഗ്രഹം പറയാനായിട്ട് പോവുകയാണ്. അതായത് ഇന്ന് താൻ കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ വെച്ച് ബേസ്ബോൾ കളിക്കുന്നത് കണ്ടു, എനിക്കും അവരുടെ കൂടെ കളിക്കണം, എനിക്ക് അവരെ എന്റെ കൂട്ടുകാരാക്കണം എന്നൊക്കെ പറയാനാണ് റിച്ചി അച്ഛന്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ റിച്ചി അത് പറഞ്ഞു തീരും മുന്നേ അച്ഛന് ഒരു കോൾ വന്നു. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കോൾ ആയിരുന്നു. അപ്പോൾ മകൻ പറഞ്ഞത് മുഴുവനായിട്ടും കേൾക്കാതെ അച്ഛൻ കോൾ എടുക്കാനായി ചെന്നു. ശേഷം തന്റെ അമ്മയോട് ഈ കാര്യം പറയാനായി റിച്ചി ചെന്നു. എന്നാൽ അപ്പോൾ റിച്ചിയുടെ സെർവന്റ് ആയ ഹെർബർട്ട് വന്നിട്ട് റിച്ചിയെ വിളിക്കുകയാണ്. റിച്ചിയുടെ സയൻസ് ക്ലാസ്സിന് സമയമായി, എത്രയും പെട്ടെന്ന് ലാബിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിച്ചിയുടെ കൊട്ടാരത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ സയൻസ്
ഫിസിക്സ് ലാബ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചാണ് റിച്ചി സയൻസ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ റിച്ചിയെ സയൻസ് പഠിപ്പിക്കുന്നത് വേറെ ആരുമല്ല, രാജ്യത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് സയന്റിസ്റ്റ് ആയ പ്രൊഫസർ കീൻ ബീൻ എന്ന ഇദ്ദേഹമാണ്. ബുദ്ധിശാലിയായ ഈ പ്രൊഫസർ റിച്ചാർഡിന് വേണ്ടി പല ടെക്നോളജീസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ അദ്ദേഹം റിച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഏതാണ് എന്റെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം എന്ന് പ്രൊഫസർ പറഞ്ഞപ്പോൾ അതിന് ഇത് സാധാരണ ഒരു സ്യൂട്ട് അല്ലേ എന്ന് റിച്ചി ചോദിച്ചു. അല്ല മോനെ, ഇത് പുറമേ കാണുമ്പോൾ സാധാരണ സ്യൂട്ട് ആയിട്ട് തോന്നും, എന്നാൽ ഇത് സാധാരണ സ്യൂട്ട് അല്ല, ഇത് ഞാൻ തന്നെ കണ്ടെത്തിയ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയ സ്യൂട്ട് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ബുള്ളറ്റ് പ്രൂഫ് ആണ്. എത്ര പവർഫുൾ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്താലും ഈ സ്യൂട്ട് ധരിച്ച ആൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. അങ്ങനെ ഒരു പയ്യനോട് ആ സ്യൂട്ടിലേക്ക് ഷൂട്ട് ചെയ്യാൻ പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ ആ സ്യൂട്ട് ധരിച്ച ഡമ്മിക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. അതിനുശേഷം പ്രൊഫസർ അദ്ദേഹത്തിന് മറ്റൊരു പുതിയ കണ്ടുപിടുത്തം കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു റിമോട്ട് കൺട്രോൾ ഈച്ചയാണ്. ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇത് വെച്ച് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മോനെ, ഈ ഈച്ചയെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്. അങ്ങനെ റിമോട്ട് കൺട്രോളിൽ റിച്ചി ആ ഈച്ചയെ പറത്തുകയാണ്. പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട്, ഈ ഈച്ചയെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ചിലവായത്. ഈ സമയം കോഫിയുമായി ഹെർബർട്ട് അവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി റിച്ചി ആ ഈച്ചയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറത്തുകയാണ്. എന്നാൽ ഹെർബർട്ട് തന്റെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ വെച്ച് ആ ഈച്ചയെ അടിച്ച് പപ്പടമാക്കി. ലോറൻസ് എന്ന ഇദ്ദേഹമാണ് റിച്ചിയുടെ അച്ഛന്റെ കമ്പനിയിലെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. ആളെ കാണാൻ ലുക്ക് ഉണ്ടെങ്കിലും സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അദ്ദേഹത്തെ റിച്ചിക്കും റെജീനക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാൽ റിച്ചാർഡിന്റെ പോളിസി എന്തെന്ന് വെച്ചാൽ ഒരിക്കൽ ഒരാളെ ജോലിയിൽ അപ്പോയിന്റ് ചെയ്താലും പിന്നെ ഒരിക്കലും അയാളെ പിരിച്ചുവിടത്തില്ല. അതുകൊണ്ട് മാത്രമാണ് റിച്ചാർഡ് ലോറൻസിനെ ഇതുവരെ പിരിച്ചുവിടാത്തത്. ലോറൻസ് പങ്കുവെക്കുന്ന പല ഫിനാൻഷ്യൽ അഡ്വൈസും റിച്ചാർഡിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ലോറൻസിന്റെ പല ആവശ്യങ്ങളും എതിർക്കുന്നുണ്ട്. അങ്ങനെ അവർ ഡിന്നർ കഴിക്കുന്ന സമയം പ്രൊഫസർ അവിടെ ഓടിയെത്തുകയാണ്. റിച്ചാർഡ് സർ, ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ സ്മെൽ മാസ്റ്റർ പൂർത്തിയാക്കി. അപ്പോൾ പ്രൊഫസറിന്റെ പുതിയ ഇൻവെൻഷൻ ആണ് സ്മെൽ മാസ്റ്റർ എന്ന ഈ ഒരു ഗണ്ണ്. അപ്പോൾ സ്മെൽ മാസ്റ്ററിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് അത് എന്താണ് എന്ന് ആ ഡിവൈസ് അഥവാ ആ ഗണ്ണ് മണത്ത് കണ്ടുപിടിക്കും. എത്ര ദൂരെയുള്ള വസ്തുക്കളും സ്മെൽ മാസ്റ്ററിന് മണത്ത് കണ്ടുപിടിക്കാനേ സാധിക്കും. ഡിന്നർ കഴിഞ്ഞ ലോറൻസ് അവിടുന്ന് പോകുമ്പോൾ റിച്ചാർഡ് ലോറൻസിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവരുടെ ഫാമിലി വാല്യൂബിൾസ് സൂക്ഷിച്ചു വെച്ച ഒരു വോൾട്ട് ഉണ്ട്. അവിടത്തേക്കുള്ള കുറച്ച് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പോൾ ഈ വോൾട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ലോറൻസിന് അറിയത്തില്ല. ആ വോൾട്ട് എവിടെയാണ് എന്ന് ലോറൻസ് ചോദിച്ചപ്പോൾ റിച്ചാർഡ് അത് ലോറൻസിനോട് പറയാൻ തയ്യാറല്ല. പകരം ഒരു ദിവസം തീർച്ചയായിട്ടും നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകാം എന്നായിരുന്നു റിച്ചാർഡിന്റെ മറുപടി. റിച്ചിയുടെ ബെഡ്റൂമിൽ വലിയ ഒരു സ്ക്രീന് കാണാം. ഈ സ്ക്രീനിന്റെ പേര് ഡാഡ് ലിങ്ക് എന്നാണ്. തന്റെ അച്ഛൻ എവിടെയാണോ പോയത് അതിന്റെ ലൊക്കേഷന് റിച്ചിക്ക് ഈ ഡാഡ് ലിങ്ക് വഴി കാണാൻ സാധിക്കും. അതേപോലെ അത് വെച്ച് അച്ഛന്റെ കയ്യിലുള്ള ഡിവൈസിലേക്ക് വീഡിയോ കോൾ ചെയ്യാനായിട്ടും പറ്റും. ഇത് 1994 കഥയാണ്. ആ കാലത്ത് ഈ ടെക്നോളജി ഒക്കെ വലിയ സംഭവം തന്നെയാണ്. സോ റിച്ചി പഠിക്കുന്നത് പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഒരു VIP സ്കൂളിലാണ്. റിച്ചി സ്കൂളിലേക്ക് പോകുന്നത് റോൾസ് റോയ്സ് കാറിലാണ്. അതേപോലെ ഒരുപാട് കാറുകൾ എസ്കോർട്ട് ആയിട്ടുമുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫസേഴ്സ് ആണ് ഈ സ്കൂളിലെ പണക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷെ റിച്ചി ഈ സ്കൂളിൽ അത്ര സന്തോഷവാനൊന്നുമല്ല. കാരണം അവനൊരു സാധാരണ സ്കൂളിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം. സാധാരണ സ്കൂളിലെ കുട്ടികളൊക്കെ പുറത്ത് കറങ്ങാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ റിച്ചി തന്റെ 1-2 ക്ലാസ്മേറ്റ്സിനോട് നമുക്ക് സാധാരണ കുട്ടികളെ പോലെ പുറത്ത് കറങ്ങാനൊക്കെ പോയാലോ, എന്നിട്ട് നമുക്ക് സാധാരണ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് ബേസ്ബോൾ കളിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ പണക്കാരായ കുട്ടികൾ റിച്ചിയെ കളിയാക്കുകയാണ്. നിനക്കെന്താണ് വട്ടായോ? സാധാരണ കുട്ടികളെ പോലെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ നമ്മുടെ എത്തിക്സ് നോക്കേണ്ടേ? റിച്ചി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, പാവപ്പെട്ട കുട്ടികളും നമ്മളും വ്യത്യസ്തരാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ പോലെ ജീവിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡിൽ ജീവിക്കണം. എന്നാൽ അവര് പറഞ്ഞ ഈ കാര്യമൊന്നും റിച്ചി അംഗീകരിക്കാൻ തയ്യാറല്ല. സ്കൂളിൽ നിന്ന് തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഹെർബർട്ട് ഒരു കാര്യം മനസ്സിലാക്കി. റിച്ചി ആള് മൂഡ് ഓഫിലാണ്. എന്താണ് സർ പ്രശ്നമെന്ന് ഹെർബർട്ട് ചോദിച്ചു. അപ്പോൾ റിച്ചി ഡ്രൈവറിനോട് വണ്ടി തിരിക്കാനേ പറയുകയാണ്. റിച്ചി എന്നിട്ട് പോയത് അന്ന് താൻ കണ്ട ആ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്കാണ്. റോൾസ് റോയ്സ് കാറിൽ ലോകത്തിലെ ഏറ്റവും പണക്കാരനായ കുട്ടി അവിടത്തേക്ക് വന്നത് കണ്ട് ആ കുട്ടികൾ ഷോക്കായി പോയി. സർ, ഇത് വേണോ എന്ന് ഹെർബർട്ട് റിച്ചിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ റിച്ചി അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അതേപോലെ ഈ സാധാരണ കുട്ടികൾ പണക്കാരനായ റിച്ചിയെ അടുപ്പിക്കാനും തയ്യാറല്ല. എന്താ മോനുസേ, ഇന്ന് നിനക്ക് ഹെലികോപ്റ്റർ ഒന്നുമില്ലേ? റോൾസ് റോയ്സെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികൾ റിച്ചിയെ കളിയാക്കുന്നൊക്കെയുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ഹെലികോപ്റ്റർ എടുക്കാറില്ല എന്ന് റിച്ചി മറുപടി കൊടുത്തു. ഗൈസ്, ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ കൂടെ കളിക്കാനാണ്.
നിങ്ങൾ എന്നെയും കൂട്ടുമോ? അപ്പോൾ ആ കുട്ടികൾ പറയാണ്, നീ പണക്കാരനാണ് എന്ന് വെച്ച് നിനക്ക് കളിക്കാനുള്ള സ്കിൽസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിന്നെ കളിക്കാൻ കൂട്ടാൻ ഞങ്ങൾ തയ്യാറല്ല. ഞാൻ നന്നായി ബേസ്ബോൾ കളിക്കുമെന്ന് റിച്ചി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെറ്റ് വെക്കാം $10. അപ്പോൾ റിച്ചി $10,000 പുറത്തെടുക്കുകയാണ്. $10 അല്ലാതെ $10,000 അല്ല എന്ന് കുട്ടികൾ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ബെറ്റ് എമൗണ്ട് വെക്കുകയാണ്. റിച്ചിയെ അവര് ഔട്ടാക്കിയാൽ ആ കുട്ടികൾ ജയിക്കും. എന്നാൽ നമ്മൾക്കറിയാം ഏറ്റവും മികച്ച പരിശീലകരാണ് റിച്ചിയെ ബേസ്ബോൾ പരിശീലിപ്പിക്കുന്നത്. റിച്ചി വിജയിച്ചു. റിച്ചി അവരോട് പറയാണ്, എനിക്ക് ഈ ബെറ്റ് വെച്ച പണം വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന്. എന്നാൽ അവര് റിച്ചിക്ക് ആ പണം നൽകിയിട്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റിച്ചി സങ്കടത്തോടെ ആ ബെറ്റ് വിജയിച്ച പണം വാങ്ങാതെ അവിടുന്ന് പോവുകയാണ്. റിച്ചാർഡിന്റെയും റെജീനയുടെയും സ്വന്തം വിമാനമാണ് $1 ബില്യൺ എന്ന ഈ വിമാനം. അവര് 3 പേരും കുടുംബത്തോടെ ഈ വിമാനത്തിൽ ഒരു യാത്ര പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ വിമാനത്തിൽ ഫെർഗസൺ എന്ന അവരുടെ സെക്യൂരിറ്റി ചീഫ് ഓഫീസർ ഒരു ഗിഫ്റ്റ് വെക്കുന്നതായി കാണാം. റെജീന റിച്ചാർഡിനോട് ചോദിക്കാണ്, ഈ സ്മെൽ മാസ്റ്റർ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന്. അയ്യോ, അതെന്തായാലും കൊണ്ടുപോകണം, എനിക്ക് കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ളതാണ് എന്ന് റിച്ചാർഡ് പറഞ്ഞു. അവര് രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിച്ചു, അവരുടെ മകൻ അത്ര സന്തോഷത്തിലല്ല, അവന്റെ മനസ്സ് വിഷമിച്ചിട്ടാണുള്ളത്. റജീന ഹെർബർട്ടിനോട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. മാഡം, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, നിങ്ങൾ റിച്ചിയെ കൂട്ടാതെ പോകുന്നതായിരിക്കും നല്ലത്. അവൻ എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തോളാം, അവനെ ഹാപ്പി ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ റജീന ഹെർബർട്ട് പറഞ്ഞത് സമ്മതിച്ചു. ഫെർഗസൺ എന്ന സെക്യൂരിറ്റി ചീഫ് വിമാനത്തിൽ 3 പേരും കയറിയെന്ന് ഉറപ്പുവരുത്തി അവിടുന്ന് പോവുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് അറിയത്തില്ല റിച്ചി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന്. ഇവിടെ റിച്ചിയുടെ വീട്ടിലേക്ക് ഈ കുട്ടികളെ കൂട്ടി ഹെർബർട്ട് വന്നതായി കാണാം. അദ്ദേഹമാണ് ഈ കുട്ടികളെ അവിടെ ക്ഷണിച്ചത്. അവര് റിച്ചിയുടെ കൊട്ടാരം കണ്ട് അന്തം വിട്ടു നോക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ തന്റെ കൊട്ടാരത്തിൽ കണ്ടപ്പോൾ റിച്ചിക്ക് ഒരുപാട് സന്തോഷമായി. റിച്ചി ഹെർബർട്ടിനോട് നന്ദി പറയുകയാണ്. അവരെ കൂട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ മെക്ഡൊണാൾഡ്സ് കാണാം. അതായത് റിച്ചിയുടെ കൊട്ടാരത്തിൽ അവരുടെ സ്വന്തം പ്രൈവറ്റ് മെക്ഡൊണാൾഡ്സ് വരെയുണ്ട്. റിച്ചിയുടെ കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ കണ്ട് ഈ കുട്ടികൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. കൊട്ടാരത്തിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ റിച്ചിക്ക് സ്വന്തമായിട്ടുണ്ട്. ബഗ്ഗി, ജെറ്റ്സ്കി, അങ്ങനെ സകലതും. റിച്ചി അവരെയൊക്കെ തന്റെ സ്വന്തം റോളർ കോസ്റ്ററിൽ റൈഡിനായി കയറ്റുകയാണ്. സോ ഇനിയാണ് കഥയിൽ വലിയ ഒരു ട്വിസ്റ്റ് നടക്കാനായി പോകുന്നത്. റിച്ചിയുടെ മാതാപിതാക്കൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനം കൺട്രോൾ ചെയ്യുന്ന റിച്ചാർഡ് റെജീനയോട് കുറച്ചു നേരത്തേക്ക് വിമാനം കൺട്രോൾ ചെയ്യാനായിട്ട് പറയുകയാണ്. അദ്ദേഹം കോഫി കുടിക്കാനായി വിമാനത്തിന്റെ പുറകിലേക്ക് പോവുകയാണ്. എന്നാൽ കാപ്പി പൊടി എവിടെയാണ് വെച്ചത് എന്ന് അദ്ദേഹത്തിന് കാണുന്നില്ല. അപ്പോൾ സ്മെൽ മാസ്റ്ററിന്റെ സഹായത്തോടെ അദ്ദേഹം കാപ്പിപ്പൊടി കണ്ടുപിടിക്കാനായി നോക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം തനിക്ക് പരിചയമില്ലാത്ത ഒരു ഗിഫ്റ്റ് ബോക്സ് കാണുന്നത്. അതിലേക്ക് സ്മെൽ മാസ്റ്റർ പോയിന്റ് ചെയ്തപ്പോൾ അത് ട്രിനിട്രോടുലൻ ആണ്. ട്രിനിട്രോടുലൻ എന്താണ് എന്ന് റിച്ചാർഡിന് മനസ്സിലാകുന്നില്ല. റെജീനയോട് അത് ചോദിക്കാനായി അദ്ദേഹം ചെന്നു. അപ്പോൾ ട്രിനിട്രോലുലൻ വേറൊന്നുമല്ല, TNT അഥവാ ബോംബാണ്. അത് മനസ്സിലാക്കിയ റിച്ചാർഡ് പെട്ടെന്ന് വിമാനത്തിന്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് അത് പുറത്തേക്ക് കളയുകയാണ്. എന്നാൽ ആ ബോംബ് വിമാനത്തിന്റെ എഞ്ചിനിൽ ചെന്ന് പൊട്ടിപ്പോയി. അതായത് വിമാനം ക്രാഷ് ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ? വേറെ ആരുമല്ല, ലോറൻസ് ആണ്. റിച്ചാർഡിന്റെ സകല സ്വത്തുക്കളും കൈക്കലാക്കാൻ വേണ്ടിയാണ് റിച്ചാർഡിനെ കുടുംബത്തോടെ വിമാന അപകടത്തിൽ കൊല്ലാനും ലോറൻസ് തീരുമാനിച്ചത്. ലോറൻസിന്റെ ആളാണ് സെക്യൂരിറ്റി ചീഫായ ഫെർഗസൺ. അങ്ങേരാണ് വിമാനത്തിൽ ഈ ബോംബ് കൊണ്ടുവച്ചത്. ഗൈസ്, എനിക്ക് നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പ് വേണം. ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 80% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. കുട്ടികളൊക്കെ റിച്ചിയുടെ കൊട്ടാരത്തിൽ നിന്ന് പോവുകയാണ്. അവരൊക്കെ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായി. റിച്ചി ആള് നല്ല സന്തോഷത്തിലാണ്. അപ്പോഴാണ് കൊട്ടാരത്തിലെ ഒരു സ്റ്റാഫ് വന്ന് ആ സങ്കട വാർത്ത ഹെർബർട്ടിനോട് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ റിച്ചി തന്റെ ബെഡ്റൂമിലേക്ക് ഓടുകയാണ്. ഡാഡ് ലിങ്ക് ഓൺ ചെയ്തും വിമാനം ക്രാഷ് ആയ ലൊക്കേഷൻ കണ്ടെത്താൻ. എന്നാൽ ലൊക്കേഷൻ കണ്ടെത്താനേ സാധിക്കുന്നില്ല. ഇവിടെ ലോറൻസ് ആഘോഷിക്കുകയാണ്. ഇനി റിച്ചാർഡിന്റെ സകല സ്വത്തും ഞാൻ കൈക്കലാക്കും, പക്ഷെ അവന്റെ ഒരു വോൾട്ട് ഉണ്ട്, അത് എവിടെയാണ് എന്ന് എനിക്കറിയത്തില്ല, അതുകൂടി എനിക്ക് കണ്ടെത്തണം, എന്നിട്ട് വേണം എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ധനികനായി മാറാൻ. അപ്പോൾ ഫെർഗസൺ ലോറൻസിനോട് പറയാണ്, പക്ഷേ സർ, ചെറിയ ഒരു പ്രശ്നമുണ്ട്, ആ വിമാനത്തിൽ റിച്ചി ഉണ്ടായിട്ടില്ല, അവൻ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. ഇത് കേട്ട ലോറൻസിന് നല്ല ദേഷ്യം വന്നു. കാരണം റിച്ചി ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും സ്വത്തുക്കള് ലോറൻസിന് അടിച്ചു മാറ്റാൻ കഴിയത്തില്ല. കാരണം സകല സ്വത്തിന്റെയും ഏക അവകാശി റിച്ചിയാണ്. സാരമില്ല, അവനൊരു കൊച്ചു പയ്യനല്ലേ, അവനെ തീർക്കാൻ അത്ര വലിയ പണിയൊന്നുമല്ല എന്ന് ലോറൻസ് പറയുകയാണ്. വിമാനം അപകടത്തിൽപ്പെട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ വിമാനം എവിടെയാണ് ക്രാഷ്
ക്രാഷ് ആയത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവര് മരണപ്പെട്ടു എന്ന് തന്നെ വാർത്തകളിൽ പറയുന്നുണ്ട്. എന്നാൽ റിച്ചി ഹെർബർട്ടിനോട് പറയാണ്, ഇല്ല, എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടില്ല, അവര് ജീവനോടെയുണ്ട് എന്ന് എന്റെ മനസ്സ് പറയുന്നു. അപ്പോൾ വിമാന അപകടത്തിൽ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട്. വിമാനം ക്രാഷ് ആയത് സമുദ്രത്തിലാണ്. വിമാനത്തിലുണ്ടായ സേഫ്റ്റി റാഫ്റ്റിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അവർക്ക് എങ്ങനെയും ആരെയും കോണ്ടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. റെജീന റിച്ചാർഡിനോട് പറയാണ്, നമ്മുടെ വിമാനത്തിൽ ബോംബ് വെച്ചത് ആരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ആ ലോറൻസ് തന്നെയാണ്. നമ്മളെയും നമ്മുടെ മോനെയും കൊന്നും നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് അവന്റെ ഉദ്ദേശം. റിച്ചാർഡ് പറയാണ്, എങ്ങനെങ്കിലും നമ്മൾക്ക് ഇവിടുന്ന് അതിജീവിച്ചേ മതിയാവും, അല്ലെങ്കിൽ അവൻ നമ്മുടെ മോനെ എന്തെങ്കിലും ചെയ്യും. അവന്റെ ജീവൻ അപകടത്തിലാണ്. സോ ഇവിടെ ലോറൻസ് ആണെങ്കിൽ സ്വയം കമ്പനി ഏറ്റെടുത്തതായി കാണാം. അവന്റെ നടപ്പൊക്കെ കണ്ടാൽ തോന്നും അവനാണ് കമ്പനിയുടെ മുതലാളിയെന്ന്. ബോർഡ് മെമ്പേഴ്സിനോടൊക്കെ അവൻ പറയാണ്, ഇനി മുതൽ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും നോക്കി നടത്തുക എന്ന്. ഇവിടെ ഹെർബർട്ടും റിച്ചിയും ഓഫീസിലേക്ക് വന്നതായി കാണാം. റിച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. മോൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോൻ റിച്ചാർഡ് റിച്ചിന്റെ മകനാണ്, മോനാണ് ഇവിടുത്തെ ബോസ്, അതുകൊണ്ട് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. സോ ഇവിടെ കമ്പനി ചെയർമാന്റെ ഓഫീസിൽ ലോറൻസിനെ കാണാൻ റിച്ചി വന്നു. അദ്ദേഹം റിച്ചിയെ സമാധാനിപ്പിക്കുകയാണ്, അച്ഛന്റെയും അമ്മയുടെയും ആദരാഞ്ജലികൾ പറഞ്ഞിട്ട്. എന്നാൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് തന്നോട് ആരാണ് പറഞ്ഞത് എന്നായിരുന്നു റിച്ചിയുടെ മറുപടി. മോൻ ഇവിടെ ഇരിക്കുക എന്ന് ലോറൻസ് പറഞ്ഞപ്പോൾ റിച്ചി പോയി ഇരുന്നത് ആ കസേരയിലല്ല, മറിച്ച് ചെയർമാന്റെ കസേരയിലേക്കാണ്. എന്നിട്ട് ലോറൻസിനോട് പറയാണ്, എന്റെ അച്ഛനും അമ്മയും മടങ്ങി എത്തുന്നത് വരെ കമ്പനി താനല്ല ഞാനായിരിക്കും നോക്കി നടത്തുക. അത് കേട്ട ലോറൻസ് ആളാകെ പ്ലിങ് ആയ അവസ്ഥയാണ്. മോനെ, മോൻ ചെറിയ കുട്ടിയല്ലേ, ഈ $1 ബില്യൺ കമ്പനിയൊക്കെ മോൻ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും? അതിന് ലീഗൽ ഏജ് ആവണം, അതേപോലെ അതിന് നല്ല എക്സ്പീരിയൻസും വേണം. അപ്പോൾ ഹെർബർട്ട് പറയാണ്, സർ, ഞാനാണ് റിച്ചിയുടെ ലോക്കൽ ഗാർഡിയൻ, അതുകൊണ്ട് എനിക്കാണ് റിച്ചിയുടെ മാതാപിതാക്കൾക്ക് ശേഷം തീരുമാനിക്കാനുള്ള അവകാശം. അപ്പോൾ എന്റെ അറിവോടുകൂടിയാണ് റിച്ചി ഈ തീരുമാനം എടുത്തത്, താങ്കൾക്ക് ഒന്നും ചെയ്യാനായി പറ്റില്ല. അപ്പോൾ നാണം കെട്ട് ലോറൻസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ഇപ്പോൾ നോക്കി നടത്തുന്നത് ഒരു 12 വയസ്സുകാരനാണ്. ഇത് സകല മീഡിയയിലും വലിയ വാർത്തയായി. ബോർഡ് മെമ്പേഴ്സിനോട് ലോറൻസ് സംസാരിക്കുമ്പോൾ അവരാരും ലോറൻസ് പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. അവരൊക്കെ കേൾക്കുന്നത് അവരുടെ യഥാർത്ഥ ബോസായ റിച്ചി പറയുന്ന കാര്യങ്ങളാണ്. വളരെയധികം ബുദ്ധിശാലിയായ റിച്ചി കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അടിപൊളി ഐഡിയാസ് ആണ് കൊണ്ടുവരുന്നത്. കമ്പനിയുടെ ലാഭം റെക്കോർഡുകൾ തകർത്ത് മുകളിലോട്ടേക്ക് കുതിച്ചു പായുകയാണ്. റിച്ചി തന്റെ കൂട്ടുകാരെയും കമ്പനിയിൽ ജോലിക്കായി എടുക്കുകയാണ്. അവരുടെ ചോക്ലേറ്റ് കമ്പനി വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ തന്റെ കൂട്ടുകാരെ കൊണ്ട് ആ ചോക്ലേറ്റ് കഴിപ്പിച്ച് ഇത് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് റിച്ചി അഭിപ്രായം ചോദിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവര് പറഞ്ഞത് വെച്ച് ചോക്ലേറ്റിന്റെ ഇൻഗ്രീഡിയൻസിൽ റിച്ചി മാറ്റം കൊണ്ടുവരികയും അതുവഴി അവരുടെ പുതിയ ചോക്ലേറ്റ് ബാറും റെക്കോർഡ് സെയിൽസ് ആണ് നടത്തിയത്. അപ്പോൾ കമ്പനിയുടെ ഈ വളർച്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു 12 വയസ്സുകാരനാണ് $1 ബില്യൺ ആസ്തിയുള്ള കമ്പനി റൺ ചെയ്യുന്നത്. സകല മാഗസിന്റെയും കവർ പേജിലും ഇപ്പോൾ റിച്ചിയുടെ മുഖം മാത്രമാണ്. ഇതൊന്നും ലോറൻസിന് തീരെ പിടിക്കുന്നില്ല. അവനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയേ മതിയാവൂ എന്ന് ലോറൻസ് ഫെർഗൂസിനോട് പറയുന്നുണ്ട്. ഇനി റിച്ചാർഡും റെജീനയും എങ്ങനെയാണ് ഇത്രയും ദിവസം റാഫ്റ്റിൽ അതിജീവിച്ചത് എന്ന് ചോദിച്ചാൽ, വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ വിമാനത്തിലുണ്ടായ ഭക്ഷണങ്ങളൊക്കെ അവര് റാഫ്റ്റിലേക്ക് എടുക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇവര് രണ്ടുപേരും ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഭക്ഷണമൊക്കെ കഴിയാനായി അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ദാണ്ടെ ദൂരെ നിന്നും അവരുടെ മറ്റൊരു പെട്ടി റാഫ്റ്റിന്റെ അടുത്തേക്ക് വരുന്നു. ഇവിടെ ഒരു ദിവസം ഓഫീസിലേക്ക് പോലീസ് കയറി വരികയാണ്. അവർ ഇവിടെ വന്നത് ഹെർബർട്ടിനെ അറസ്റ്റ് ചെയ്യാനാണ്. വിമാനം ക്രാഷ് ആവാനുള്ള കാരണം ഹെർബർട്ട് ആണ്. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഹെർബർട്ടിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ ലോറൻസിന്റെ പ്ലാൻ ആണ്. ഹെർബർട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് റിച്ചി ഒരിക്കലും വിശ്വസിക്കത്തില്ല. അവൻ അറിയാം ഇതിൽ എന്തോ ചതിയുണ്ട് എന്ന്. ഹെർബർട്ട് അറസ്റ്റിലായതിനു ശേഷം ലോറൻസ് റിച്ചിയുടെ ഗാർഡിനായി മാറുകയാണ്. അതായത് ഇനി കമ്പനി നടത്താനായി പോകുന്നത് ലോറൻസ് ആയിരിക്കും. ലോറൻസിന്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ മുഴുവനും ക്യാമറാസ് ഘടിപ്പിക്കുകയാണ്. അതേപോലെ ലോറൻസ് റിച്ചിയോട് വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം കൊട്ടാരത്തിൽ ഒരു ജയിലിൽ കഴിയുന്നത് പോലെയാണ് ഇപ്പോൾ റിച്ചി കഴിയുന്നത്. ഇവിടെ ലോറൻസും ഫെർഗൂസണും സംസാരിക്കുകയാണ്. ഫെർഗൂസൺ പറയാണ്, സർ, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാം നടന്നിട്ടില്ല. ഒരു വലിയ കാര്യം കൂടി ബാക്കിയുണ്ട്. ആ വോൾട്ട് എവിടെയാണ് എന്ന് ഇതുവരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൂടി കണ്ടെത്തണം. ആ വോൾട്ടിലാണ് റിച്ചാർഡിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമുള്ളത്. അപ്പോൾ ഇവര് സംസാരിക്കുന്നതൊക്കെ പ്രൊഫസർ അദ്ദേഹത്തിന്റെ പുതിയ ഇൻവെൻഷൻ ഉപയോഗിച്ച് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തമായ ഈ മെഷീൻ വെച്ച് വളരെയധികം ദൂരെയുള്ള ആൾക്കാരെ സംസാരിക്കുന്നത് കേൾക്കാനേ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ലോറൻസ് ആണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന്. അതേപോലെ ലോറൻസ് ആണെങ്കിൽ
ജയിലിൽ കിടക്കുന്ന ഹെർബർട്ടിനെ കൊല്ലാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പ്രൊഫസർ റിച്ചിയോട് പറയുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഹെർബർട്ടിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ ജയിലിന്റെ അകത്ത് വെച്ച് ലോറൻസിന്റെ ആൾക്കാർ കൊന്നുകളയും. ഞാൻ കണ്ടുപിടിച്ച ഒരു പേസ്റ്റ് ആണ് ഇത്. ഈ പേസ്റ്റ് എവിടെങ്കിലും ഒഴിച്ചാൽ അത് ഉരുകി പോകും. അപ്പോൾ ഈ പേസ്റ്റ് ജയിലിൽ ഹെർബർട്ടിനെ എത്തിക്കണം. അവനെ ജയിൽ ചാടനെ നമ്മൾ സഹായിക്കണം. ഇതല്ലാതെ വേറെ വഴി നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ജയിലുള്ള ഹെർബർട്ടിന് അവര് ആ പേസ്റ്റ് എത്തിച്ചു കൊടുത്തു. സോ ജയിലിൽ നിന്ന് ഹെർബർട്ടിനെ കൊല്ലാനായി കില്ലർ വന്നു. എന്നാൽ ആ കില്ലറിനെ ഹെർബർട്ട് നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. ശേഷം കില്ലറിന്റെ വസ്ത്രം ധരിച്ച് ആ പേസ്റ്റ് ഉപയോഗിച്ച് ഹെർബർട്ട് ജയിൽ ചാടുകയാണ്. ജയിലിന്റെ പുറത്തെത്തിയ ഹെർബർട്ടിനെ കാത്ത് റിച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. റിച്ചി പത്രത്തിലെ വാർത്ത ഹെർബർട്ടിന് കാണിച്ചു കൊടുത്തു. പോലീസ് ക്രാഷ് ആയ വിമാനം കണ്ടെത്തിയിട്ടുണ്ട്, എന്നാൽ ബോഡീസ് കണ്ടെത്തിയിട്ടില്ല. അതേപോലെ വിമാനത്തിൽ റാഫ്റ്റുമില്ല. അതിനർത്ഥം എന്റെ അച്ഛനും അമ്മയും റാഫ്റ്റ് ഉപയോഗിച്ചും വിമാന അപകടത്തിൽ നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. ഹെർബർട്ടിനെ ജയിൽ ചാടാൻ സഹായിച്ചത് പ്രൊഫസർ ആണ് എന്ന് ലോറൻസ് കണ്ടെത്തി. ലോറൻസ് പ്രൊഫസറിനെ ഇവിടെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നത് ആ വോൾട്ട് എവിടെയാണ് എന്നാണ്. അദ്ദേഹം എന്നാൽ അത് പറയാൻ തയ്യാറല്ല. അപ്പോൾ അവര് പ്രൊഫസറിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രൊഫസർ പറയാണ്, നിങ്ങൾ ആ വോൾട്ട് എവിടെയാണ് എന്ന് കണ്ടെത്തിയാൽ പോലും അത് നിങ്ങൾക്ക് തുറക്കാനായി പറ്റില്ല. കാരണം ആ വോൾട്ട് തുറക്കണമെങ്കിൽ റിച്ചാർഡ് സാറിന്റെയും റെജീന മാഡത്തിന്റെയും വോയിസ് വേണം. വോയിസ് കമാൻഡിൽ മാത്രമേ ആ വോൾട്ട് ഓപ്പൺ ആവുകയുള്ളൂ. ഇവിടെ റിച്ചാർഡ് ഒരു ബാറ്ററി ഉപയോഗിച്ച് റിച്ചിക്ക് കണ്ടെത്താൻ GPS ആക്ടിവേറ്റ് ചെയ്യുകയാണ്. റിച്ചി ഗ്ലോറിയുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്റെ മാതാപിതാക്കളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ തന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഡാഡ് ലിങ്ക് വഴി മാത്രമേ അത് പറ്റത്തുള്ളൂ എന്ന് റിച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്റെ കൂട്ടുകാരെ കൂട്ടി തന്റെ കൊട്ടാരത്തിലേക്ക് ലോറൻസ് കാണാതെ കയറിക്കൂറണം. അതാണ് ഇനി അവരുടെ ലക്ഷ്യം. അവരുടെ മകൻ അവരെ എന്തായാലും കണ്ടെത്തി രക്ഷപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി ഈ മാതാപിതാക്കൾ അവരുടെ വസ്ത്രമൊക്കെ മാറി റാഫ്റ്റിൽ ഇരുന്ന് ഷാമ്പയിൻ ഒക്കെ കുടിച്ച് ആഘോഷിക്കുകയാണ്. കൊട്ടാരത്തിന് പുറത്തെത്തിയ ഈ കുട്ടികൾ ബുദ്ധിപരമായിട്ട് വേണം ഇനി കൊട്ടാരത്തിലേക്ക് കയറിക്കൂടാൻ. ലോറൻസിന്റെ സെക്യൂരിറ്റീസിന്റെ കണ്ണുപിടിച്ച് അകത്തേക്ക് കയറുന്നത് അത്ര നിസ്സാര ടാസ്ക് ഒന്നുമല്ല. എന്നാൽ അവര് അതിസാഹസികമായിട്ട് അഥവാ ബുദ്ധിപരമായിട്ട് തന്നെ സെക്യൂരിറ്റീസിനെ ഡിസ്ട്രാക്ട് ചെയ്ത് കൊട്ടാരത്തിലേക്ക് കയറിക്കൂടുകയാണ്. എന്നിട്ട് അവര് ആദ്യം തന്നെ ലോറൻസ് കെട്ടിയിട്ട പ്രൊഫസറിനെ രക്ഷപ്പെടുത്തി. പിന്നീട് പ്രൊഫസറിന്റെ സഹായത്തോടെ ഓരോ സെക്യൂരിറ്റീസിനെയും വീഴ്ത്താൻ വേണ്ടി ഓരോ ട്രാപ്പുകൾ അവർ സെറ്റ് ചെയ്യുകയാണ്. കുട്ടികൾ എല്ലാവരും ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന സമയം നമ്മുടെ റിച്ചി അവന്റെ ബെഡ്റൂമിൽ ഡാഡ് ലിങ്ക് കണക്ട് ചെയ്യാനായി കയറിയിട്ടുണ്ട്. എന്നാൽ അവിടെ ലോറൻസ് അവനെ കാത്തിരിക്കുകയാണ്. ബെഡിലെ റിച്ചിയുടെ മാതാപിതാക്കളെ ലോറൻസ് കെട്ടിയിട്ടതായിട്ടും കാണാം. റിച്ചാർഡ് ലോറൻസിനോട് ചോദിക്കാണ്, നിന്നെ വർഷങ്ങളോളമായിട്ട് വിശ്വസ്തനായി ഞാൻ കൂടെ കൂട്ടിയതല്ലേ, നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത്? എത്രയെന്ന് വെച്ചാൽ ഞാൻ തന്നെ ജോലിക്കാരനായിട്ട് ജീവിക്കുക, ഇതെല്ലാം എനിക്ക് സ്വന്തമായിട്ട് വേണം. എനിക്കിപ്പോൾ ആകെ അറിയേണ്ടത് തന്റെ വോൾട്ട് എവിടെയാണ് എന്നാണ്. അത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളുടെ മകനെ കൊന്നുകളയും. റിച്ചാർഡ് അപ്പോൾ ലോറൻസിനോട്, പ്ലീസ് ഞങ്ങളുടെ മോനെ ഒന്നും ചെയ്യരുത്, വോൾട്ട് എവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അത് വേറെ എവിടെയുമല്ല, അവരുടെ 3 പേരുടെ മുഖമുള്ള ആ പ്രൈവറ്റ് മൗണ്ടനിലാണ്. അങ്ങനെ ലോറൻസ് അവരെ കൂട്ടി ആ മൗണ്ടനിലെ വോൾട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റിച്ചാർഡും റെജീനയും വോയിസ് കമാൻഡിന്റെ അടുത്ത് ചെന്ന് പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടിയാലാണ് വോൾട്ട് ഓപ്പൺ ആവുക. ഫൈനലി അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വോൾട്ട് ഓപ്പൺ ആവുകയാണ്. എന്നാൽ അതിന്റെ അകത്ത് കയറിയപ്പോൾ ലോറൻസ് ഷോക്കായി പോയി. കാരണം ആ വോൾട്ടിന്റെ അകത്ത് പണമോ സ്വർണമോ വിലപിടിപ്പുള്ള ഒരു വസ്തുവുമില്ല. ആകെയുള്ളത് റിച്ചിയുടെ പഴയ കളിപ്പാട്ടങ്ങളും ട്രോഫീസും അങ്ങനെ അവരുടെ ഓരോ ഓർമ്മകൾക്കായി അവര് സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ മാത്രമാണ്. അതായത് റിച്ചാർഡിന്റെയും റെജീനയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓർമ്മകളാണ് അവർ ഈ വോൾട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് കാണുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ പണവും സ്വർണമൊക്കെ എവിടെയാണ് എന്ന് ദേഷ്യത്തോടെ ലോറൻസ് ചോദിച്ചു. നീ എന്താ മണ്ടനാണോ അതോ മണ്ടനായി അഭിനയിക്കുകയാണോ? അതൊക്കെ ബാങ്കിലാണ് എന്ന് റിച്ചാർഡ് മറുപടി കൊടുത്തു. അങ്ങനെ ദേഷ്യം വന്ന ലോറൻസ് തന്റെ തോക്ക് പുറത്തെടുത്ത് റിച്ചിയെ വെടിവെക്കുകയാണ്. എന്നാൽ വെടിയേറ്റ റിച്ചിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാരണം റിച്ചി ധരിച്ചത് പ്രൊഫസർ ഉണ്ടാക്കിയ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രമാണ്. ഫൈനലി അവരെ ലോറൻസിനെ അടിച്ചു വീഴ്ത്തി ആ വോൾട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവരുടെ പിന്നാലെ വന്ന് അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച ലോറൻസ് കാല് തെറ്റി വീഴുകയാണ്. എന്നാൽ അവന്റെ ഭാഗ്യത്തിന് അവന് താഴെ വീണ് മരണപ്പെട്ടിട്ടില്ല. പകരം ഒരു കയറില് തലകുത്തനെ കെട്ടി തൂങ്ങുകയാണ് ചെയ്തത്. ഇവിടെ റിച്ചാർഡ് തന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു. വേറൊന്നുമല്ല, തന്റെ കമ്പനിയിലെ ഒരു ജോലിക്കാരെയും ഇതുവരെ റിച്ചാർഡ് പിരിച്ചുവിട്ടിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് അദ്ദേഹം ലോറൻസ് എന്ന ഈ വില്ലനെ തന്റെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. എല്ലാം ആസൂത്രണം ചെയ്ത ലോറൻസും അവന്റെ ചീഫ് സെക്യൂരിറ്റിയായ ഫെർഗസണും ജയിലിലാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെയാണ് റിച്ച് എന്ന കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കാൻ മറക്കല്ലേ.